ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടമുള്ളവരാണ് നമ്മളധികം പേരും, അല്ലേ? ചിലപ്പോഴൊക്കെ. എന്നാൽ ഒറ്റയ്ക്കിരിക്കേണ്ടി വരുന്നത് ഒരു ശിക്ഷയാവുമ്പോഴോ? ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മൾ ഒറ്റയ്ക്ക് ഒരു ചെറിയ മുറിയിൽ ലോകത്തെ മറ്റാരുമായും ഒരു തരത്തിലും ഉള്ള കമ്മ്യൂണിക്കേഷൻ സാധ്യമല്ലാതെ വരുന്ന ഒരവസ്ഥ. ലോകത്തെ മറ്റു മനുഷ്യരെ ആരെയും നമുക്ക് കാണാൻ സാധിക്കില്ല, അവരുമായി സംസാരിക്കാൻ സാധിക്കില്ല, ഒരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനും സാധിക്കില്ല. അങ്ങനെ എത്ര നാൾ ഒരാൾക്ക് കഴിച്ചു കൂട്ടാൻ പറ്റും? കഠിനമായിരിക്കും അത്, അല്ലേ? അത്തരത്തിലുള്ള ഒരു ശിക്ഷാ നടപടിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. സോളിറ്ററി കൺഫൈൻമെൻറ്റ് അഥവാ ഏകാന്ത തടവ്. ഓക്കെ, അപ്പോൾ ഈ ഏകാന്ത തടവ് അല്ലെങ്കിൽ സോളിറ്ററി കൺഫൈൻമെൻറ്റ് എന്ന ഒരു ശിക്ഷാരീതിയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം തന്നെ അത് എവിടുന്നാണ് തുടങ്ങിയത് എന്ന് പറയേണ്ടി വരും. 19-ാം നൂറ്റാണ്ടിൽ മിസിസിപ്പിയിലും പെൻസിൽവാനിയയിലും അമേരിക്കയിലെ പല സ്റ്റേറ്റുകളിലും ഇത്തരത്തിലുള്ള ശിക്ഷാ നടപടികൾ ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണത്രേ തുടങ്ങിയത്. അതായത് അന്ന് പ്രധാനമായിട്ടും സ്റ്റേറ്റിനെ പോലെ തന്നെ ചർച്ചിനും സമൂഹത്തിൽ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്ന ഒരു കാലമായിരുന്നല്ലോ അത്. അപ്പോൾ അന്ന് ശിക്ഷാ നടപടികൾ തീരുമാനിക്കുന്നതിൽ മതം വലിയൊരു പങ്ക് വഹിച്ചിരുന്നു അത്രേ. അപ്പോൾ ഇങ്ങനെ ശിക്ഷിക്കപ്പെടുന്ന ക്രിമിനൽസ് തനിച്ചിരുന്ന് പശ്ചാത്തപിച്ച് അവർ മാനസാന്തരപ്പെടട്ടെ എന്ന് വിചാരിച്ചാണത്രേ ഈ ശിക്ഷാ നടപടി തുടങ്ങിയത്, ഒരു പരീക്ഷണം എന്ന നിലയ്ക്ക്. എന്നാൽ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ഘട്ടത്തിൽ തന്നെ ഈ ശിക്ഷാ നടപടി നടപ്പിലാക്കിയ ഒരുവിധം എല്ലാ ജയിലുകളിലും കാണാൻ സാധിച്ച ഒരു കാര്യം, ഏകാന്ത തടവിൽ കഴിയുന്ന കുറ്റവാളികളിൽ അധികം പേരും പിന്നീട് മനോരോഗികളായി മാറുന്ന ഒരു കാഴ്ചയാണ്. മാനസികമായി എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ എല്ലാവരെയും ബാധിച്ചു. ചിലർക്ക് ശരിക്കും ഭ്രാന്ത് വരികയും ചിലർ മരിച്ചു പോവുകയും ഒക്കെ ചെയ്തു അത്രേ. എന്തായാലും മാനസികമായി പ്രശ്നങ്ങൾ ഒന്നുമില്ലാതെ ഈ ഏകാന്ത തടവിൽ നിന്ന് പുറത്തു വന്നവരാരുമില്ലായിരുന്നു എന്നൊക്കെയാണ് അന്ന് പുറത്തു വന്ന റിപ്പോർട്ടുകൾ. എന്ന് മാത്രമല്ല, വിശ്വപ്രസിദ്ധ സാഹിത്യകാരനായ ചാൾസ് ഡിക്കൻസ് ആ കാലഘട്ടത്തിൽ അമേരിക്ക സന്ദർശിക്കുകയും ഈ ഏകാന്ത തടവിനെ കുറിച്ച് പറയുകയും ചെയ്യുകയുണ്ടായി. സത്യത്തിൽ പൊതുവെ സാഹിത്യകാരന്മാരൊക്കെ ഏകാന്തത ഇഷ്ടപ്പെടുന്നവരാണ്, അല്ലേ? എന്നിട്ടും ചാൾസ് ഡിക്കൻസ് പറഞ്ഞത് വളരെ പതുക്കെ ദിവസേനയുള്ള ഒരു ആക്രമണമാണ്, ഒരാളുടെ തലച്ചോറിൻ്റെ മുകളിലേക്ക് നടത്തുന്ന ഒരു ആക്രമണമാണ് ഈ സോളിറ്ററി കൺഫൈൻമെൻറ്റ് അല്ലെങ്കിൽ ഏകാന്ത തടവ്. അത് ശാരീരികമായി ഏൽപ്പിക്കുന്ന മറ്റേത് മുറിവിനേക്കാളും മാരകമാണ് എന്നാണ് ചാൾസ് ഡിക്കൻസ് കുറിച്ചു വെച്ചത്. എന്തൊക്കെയായാലും ഇത്രയൊക്കെ നെഗറ്റീവ് റിപ്പോർട്ടുകൾ ഉണ്ടായിട്ടും ഈ ശിക്ഷാരീതി പിന്നീടും പല സ്ഥലത്തും പരീക്ഷിക്കപ്പെട്ടു. ഉദാഹരണത്തിന് യൂറോപ്പിലെ പല ജയിലുകളിലും സ്കാൻഡിനേവിയൻ കൺട്രീസിൽ പോലും ഇത് പരീക്ഷിക്കപ്പെട്ടു. എന്തിനു പറയുന്നു? ആ കാലഘട്ടത്തിലെ കോമൺ ലോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലീഗൽ സിസ്റ്റത്തിൻ്റെ ഇൻഫ്ലുവൻസിൽ രൂപപ്പെട്ട ഇന്ത്യൻ നിയമങ്ങളിലും പ്രധാനമായിട്ടും ഇന്ത്യൻ പീനൽ കോഡിലും സോളിറ്ററി കൺഫൈൻമെൻറ്റ് ഒരു നിയമപരമായി അംഗീകരിക്കപ്പെട്ട ശിക്ഷാരീതിയായി എഴുതി ചേർക്കപ്പെടുകയും ചെയ്തു. ഇനി ഇന്ത്യൻ കഥ പറയാം. സോളിറ്ററി കൺഫൈൻമെൻറ്റ് എന്നത് ഒരാളുടെ ജീവിക്കാനുള്ള അവകാശത്തിനുള്ള ലംഘനമാണ് എന്നും അത് വളരെയധികം ഇൻഹ്യൂമൺ ആയിട്ടുള്ള മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു ശിക്ഷാരീതി ആണ് എന്നും ഉന്നയിച്ചത് എന്നും പറഞ്ഞുകൊണ്ട് കോടതിയെ ആദ്യമായി സമീപിച്ചത് ഒരുപക്ഷെ ചാൾസ് ശോഭരാജ് എന്ന കുപ്രസിദ്ധനായ കുറ്റവാളിയാണ്. ഈ ചാൾസ് ശോഭരാജിൻ്റെ പേര് കേൾക്കാത്തവരായി ആളുകൾ വളരെ കുറവാവും, അല്ലേ? 1970കളിൽ പ്രധാനമായിട്ടും ഒരു സീരിയൽ കില്ലർ എന്ന പദവിയിലേക്ക് ഉയർന്ന ഒരു കുപ്രസിദ്ധ കുറ്റവാളിയാണ് ചാൾസ് ശോഭരാജ്. ഈ ഏതാണ്ട് 12ഓളം കൊലപാതകങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്, അദ്ദേഹം ചെയ്തു എന്ന് തെളിഞ്ഞിട്ടുള്ളത്. അതല്ലാതെ അദ്ദേഹത്തിൻ്റെ പേരിലുള്ളതും പിന്നീട് അദ്ദേഹത്തിൻ്റെ പേരിൽ പറഞ്ഞു കേട്ടിട്ടില്ലാത്തതും എന്നാൽ അദ്ദേഹമാണ് ചെയ്തത് എന്ന് പലരും വിശ്വസിക്കുന്നതുമായിട്ടുള്ള മറ്റു നിരവധി കുറ്റങ്ങൾ വേറെയുമുണ്ട്. എന്തായാലും ഇത്ര കുപ്രസിദ്ധനായ ചാൾസ് ശോഭരാജ് 1976 മുതൽ 1987 വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ജയിലിലായിരുന്നു. അങ്ങനെ ജയിലിലായിരുന്ന സമയത്ത് 2 കാരണങ്ങൾ കൊണ്ട് ചാൾസ് ശോഭരാജിനെ പലപ്പോഴും സോളിറ്ററി കൺഫൈൻമെൻറ്റിൽ ഇടുമായിരുന്നു അത്രേ. കാരണം ഒന്ന്, ചാൾസ് ശോഭരാജ് വളരെ മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ഒരു ക്രിമിനലാണ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ കൂടെ നിർത്തിയാൽ ഇയാൾ മറ്റുള്ളവരെ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കുകയോ മുതലെടുക്കുകയോ എന്ന് മാത്രമല്ല, ചാൾസ് ശോഭരാജ്
ഈ ജയിൽ ഭേദിച്ച് പുറത്ത് രക്ഷപ്പെടുന്ന കാര്യത്തിലൊക്കെ വളരെ സ്മാർട്ടായിട്ടുള്ള ഒരാളായതുകൊണ്ട് മറ്റുള്ളവരുടെ കൂടെ അയാളെ നിർത്താൻ പറ്റില്ല, അത് ജയിലിൻ്റെ സെക്യൂരിറ്റിക്ക് പറ്റിയതല്ല എന്ന ഒരു കാരണവും. രണ്ടാമത്തെ കാരണം, ഈ ചാൾസ് ശോഭരാജ് ഇത്ര കുപ്രസിദ്ധനായതുകൊണ്ട് മറ്റ് ജയിലിലെ ഇൻമേറ്റ്സ് ഇയാളെ ആക്രമിക്കാം, അങ്ങനെയും ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അയാളുടെ സുരക്ഷയ്ക്കും ജയിലിൻ്റെ സുരക്ഷയ്ക്കും ഇയാളെ ഒറ്റയ്ക്കാക്കുന്നതാണ് നല്ലത് എന്ന് കരുതി പലപ്പോഴും ഇയാളെ സോളിറ്ററി കൺഫൈൻമെൻറ്റിൽ ഇടുമായിരുന്നു അത്രേ. ഇതിനെതിരെ ചാൾസ് ശോഭരാജ് ഒരു വക്കീൽ മുഖാന്തരം ഇന്ത്യയിലെ സുപ്രീം കോടതിയെ സമീപിക്കുമ്പോഴാണ് ഈ സോളിറ്ററി കൺഫൈൻമെൻറ്റ് എന്നത് എത്രത്തോളം മനുഷ്യത്വരഹിതമാണ്, അത് നിയമവിധേയമാണോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഇന്ത്യൻ മണ്ണിൽ കേൾക്കാൻ തുടങ്ങുന്നത്. എന്തായാലും വളരെ പ്രസിദ്ധമായിട്ടുള്ള, ഇപ്പോൾ മനുഷ്യാവകാശങ്ങളുടെ ചരിത്രത്തിലൊക്കെ പറഞ്ഞാൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻറ്റ് എന്നൊക്കെ പറയാവുന്ന ഈ ചാൾസ് ശോഭരാജ് ഡിസിഷൻ എഴുതുമ്പോൾ ജസ്റ്റിസ് VR കൃഷ്ണയ്യർ പറഞ്ഞത്, ജയിലറയിലേക്ക് കടക്കുമ്പോൾ ഒരാൾ ശിക്ഷിക്കപ്പെടുന്നു എന്ന് മാത്രമേ അർത്ഥമുള്ളൂ, അയാളുടെ മനുഷ്യാവകാശങ്ങൾ പുറത്തു വച്ചിട്ടല്ല അയാൾ ജയിലിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത് എന്നാണ്. അതായത് ജയിലിനുള്ളിലായിരിക്കുമ്പോഴും നിയമപ്രകാരം അയാൾ അനുഭവിക്കേണ്ട ശിക്ഷ അനുഭവിക്കാമെന്നല്ലാതെ അയാളെ മനുഷ്യത്വരഹിതമായ രീതിയിൽ പീഡിപ്പിക്കാനുള്ള അവകാശം ഒരു ജയിലർക്കും ഇല്ല എന്നാണ്. സത്യത്തിൽ ഈ സോളിറ്ററി കൺഫൈൻമെൻറ്റ് എന്ന ശിക്ഷാരീതിയുടെ ശാസ്ത്രീയതയെക്കുറിച്ച് വളരെ സീരിയസ് ആയി റിസർച്ച് നടത്തിയ ഒരു ജഡ്ജ്മെൻ്റ് ആയിരുന്നു ഇത്. അതിൻ്റെ അവസാനം ജസ്റ്റിസ് VR കൃഷ്ണയ്യർ ഇങ്ങനെയാണ് പറഞ്ഞത്, അതായത് സോളിറ്ററി കൺഫൈൻമെൻറ്റ് ഒരു ശിക്ഷാ നടപടി എന്ന നിലയിൽ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. അതായത് ഇപ്പോൾ IPC ഇന്ത്യൻ പീനൽ കോഡിൽ പറയുന്നത് 14 ദിവസത്തിൽ കൂടുതൽ കണ്ടിന്യൂസ് ആയി ഒരാളെയും ഏകാന്ത തടവിലിടാനേ പാടില്ല എന്നാണ്. എന്ന് മാത്രമല്ല 1 മാസം 7 ദിവസത്തിൽ കൂടുതൽ അയാൾ ഒറ്റയ്ക്കാവാനും പാടില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഫെയർ പ്രൊസീജിയർ, ആർട്ടിക്കിൾ 21 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന ഫെയർ പ്രൊസീജിയർ അനുസരിച്ച് മാത്രം നടപ്പിലാക്കുകയും എന്ന് മാത്രമല്ല, അങ്ങനെ ആരെയെങ്കിലും ഏതെങ്കിലും സാഹചര്യത്തിൽ ഏകാന്ത തടവിൽ ഇടണം എന്നുണ്ടെങ്കിൽ ആ എല്ലാ ദിവസവും ഒരു മെഡിക്കൽ ഓഫീസർ ചെന്ന് അയാളുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യനില ചെക്ക് ചെയ്ത് തൃപ്തിപ്പെടുകയും വേണം എന്ന് നിർബന്ധവും പറഞ്ഞു കോടതി. അതായത് ഈ ഡിസിഷനിൽ കോടതി സത്യത്തിൽ ഇത് നിയമപരമാണോ എന്നതിനേക്കാൾ കൂടുതൽ ഇത് ശാസ്ത്രീയമാണോ എന്ന ഒരു വസ്തുതയിലേക്കാണ് കോടതി കൂടുതൽ അന്വേഷണവും വായനയും ഒക്കെ വ്യാപിപ്പിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ ഈ ജഡ്ജ്മെൻറ്റ് സോളിറ്ററി കൺഫൈൻമെൻറ്റ് നിയമവിധേയമല്ല എന്നൊന്നും പറഞ്ഞില്ല, നടപ്പിലാക്കുമ്പോൾ സൂക്ഷിക്കണം എന്ന് മാത്രമാണ് പറഞ്ഞത്. എന്ന് മാത്രമല്ല, മനുഷ്യാവകാശങ്ങൾ മറ്റെന്തിനും മേലെയാണ് എന്ന് അടിവരയിടുകയും ചെയ്തു കോടതി. ഈ ചോദ്യം വീണ്ടും ആവർത്തിക്കപ്പെട്ടു ഇന്ത്യൻ കോടതികളിൽ. സുനിൽ ബത്ര വേഴ്സസ് ഡൽഹി അഡ്മിനിസ്ട്രേഷൻ എന്നത് കുറേ കൂടി മറ്റു പല കാരണങ്ങളാൽ പ്രസിദ്ധമായൊരു കേസായിരുന്നു. അത് മറ്റൊരു വീഡിയോയിൽ ഞാൻ വിസ്തരിച്ച് പറയാം. എന്തായാലും ജയിൽ ഇൻമേറ്റ്സിൻ്റെ ആരോഗ്യം, ജയിൽ ഇൻമേറ്റ്സിൻ്റെ അവകാശങ്ങൾ തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് വളരെ സീരിയസ് ആയി ഒരു അന്വേഷണം തന്നെ നടത്തിയ ഈ കേസിൽ കോടതി പറഞ്ഞത്, അത്യപൂർവമായ സാഹചര്യത്തിൽ മാത്രമേ ഒരാൾക്ക് ഏകാന്ത തടവ് വിധിക്കാൻ പാടുള്ളൂ. അങ്ങനെ ഏകാന്ത തടവ് കൊടുക്കുകയാണെങ്കിൽ തന്നെയും വളരെയധികം ശ്രദ്ധയോടുകൂടിയും വേണ്ടത്ര സജ്ജീകരണങ്ങൾ ഉറപ്പുവരുത്തിയും മാത്രമേ അത് കൊടുക്കാവൂ. കോടതി പ്രത്യേകം പറഞ്ഞൊരു കാര്യം, ഇങ്ങനെ ഒറ്റയ്ക്ക് ഒരു മുറിയിൽ ഒരാളെ ഇടുമ്പോൾ അയാൾക്ക് അത്യാവശ്യം വന്നാൽ, എന്തെങ്കിലും ഒരു എമർജൻസി വന്നാൽ എപ്പോൾ വേണമെങ്കിലും മറ്റുള്ളവരെ കോണ്ടാക്റ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ അയാളെ ഏകാന്ത തടവിലിടാൻ പാടുള്ളൂ എന്നാണ് സുനിൽ ബത്ര കേസിൽ കോടതി പറഞ്ഞത്. വീണ്ടും ഈ ചോദ്യം ആവർത്തിച്ചു വൈത്തീശ്വരൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് തമിഴ്നാടു എന്ന കേസിൽ. അവിടെ പ്രശ്നം എന്തായിരുന്നു എന്നോ, സാധാരണ ഒരാളെ മരണശിക്ഷയ്ക്ക് വിധിച്ചു കഴിഞ്ഞാൽ, ഡെത്ത് പെനാലിറ്റി അയാൾക്ക് ശിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ആ പെനാലിറ്റി നടപ്പിലാകുന്നത് വരെ ഈ വ്യക്തിയെ, ഈ കുറ്റവാളിയെ ഏകാന്ത തടവിലാക്കും, ഒറ്റയ്ക്കാക്കും. അതിനെതിരെയാണ് ഈ വൈത്തീശ്വരൻ കേസിൽ കോടതിയുടെ മുമ്പിൽ വാദഗതി വന്നത്. അതായത് ശിക്ഷ നടപ്പിലാക്കുന്നതിന് മുമ്പ് എന്തിനാണ് അയാളെ ഒറ്റയ്ക്ക് താമസിപ്പിക്കുന്നത്? അപ്പോൾ കോടതി പറഞ്ഞത് എന്താ വെച്ചാൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഡെത്ത് പെനാലിറ്റി സെർട്ടൻ ആവുന്നത് വളരെ ലേറ്റർ ഒരു സ്റ്റേജിലാണ്, അല്ലേ? ഒരാൾക്ക് ഡെത്ത് പെനാലിറ്റി കിട്ടിയത് കൊണ്ട് മാത്രം അയാൾക്ക് മരണശിക്ഷ കിട്ടിക്കോളണമെന്നില്ല. അതായത് മരണശിക്ഷ കൊടുക്കണമെന്ന് കോടതി പറഞ്ഞാലും അയാൾക്ക് അപ്പീൽ പോവാം, അത് കഴിഞ്ഞ് മെഴ്സി പെറ്റീഷൻ, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും അയാളുടെ മരണശിക്ഷ
പോയേക്കാം എന്നുള്ളത് കൊണ്ട് സർട്ടൺ ആവുന്നതുവരെ ഒരിക്കലും അയാളെ ഒറ്റയ്ക്ക് പാർപ്പിക്കാൻ പാടില്ല എന്നാണ് കോടതി പറഞ്ഞത്. ഇപ്പോൾ ഈ ഡിസിഷൻസിലൊക്കെയും കോടതി വളരെയധികം, ഇന്ത്യൻ കോടതികൾ വളരെയധികം ശ്രദ്ധയോടെയാണ് ഈ ഏകാന്ത തടവ് എന്ന കൺസെപ്റ്റിനെ സമീപിച്ചിട്ടുള്ളത്. എന്നാൽ ഒരിക്കൽ പോലും ഇത് നിയമവിധേയമല്ല എന്ന് പറഞ്ഞിട്ടുമില്ല. 2021 ഇരുന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട് അല്ലേ, ഏകാന്തത നമ്മൾ ചിലപ്പോൾ ആഗ്രഹിക്കും എങ്കിൽ പോലും ഒറ്റയ്ക്കാകുന്നതിനേക്കാൾ ഭീകരമായ ഒരു ശിക്ഷ വേറെയില്ല. സത്യത്തിൽ ക്രിമിനോളജി പ്രകാരം ഒരു ശിക്ഷ നടപ്പിലാക്കാൻ ചില കാരണങ്ങളുണ്ട്. അതായത് ഒരാൾക്കൊരു ശിക്ഷ കൊടുത്താൽ ഒന്നാമത് ആ ശിക്ഷ കൊടുക്കുന്ന ആളെ കുറ്റം ചെയ്യുന്നതിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യണം ആ ശിക്ഷ. കുറ്റം ചെയ്യുന്ന ആളെ മാത്രമല്ല, അത് കണ്ട് മറ്റുള്ളവരെയും ഈ കുറ്റത്തിന് ഈ ശിക്ഷ കിട്ടും എന്നുള്ളത് കൊണ്ട് മറ്റൊരാളും ആ കുറ്റം ചെയ്യാൻ പാടില്ല. രണ്ടാമത്, കുറ്റം ചെയ്ത വ്യക്തിക്ക് ബോധ്യം വരണം എന്തിനാണ് താൻ ശിക്ഷ അനുഭവിക്കുന്നത് എന്ന്. മൂന്നാമത്, ആർക്കെതിരെയാണോ കുറ്റം ചെയ്തത് അവർക്കും തോന്നണം ഈ രാജ്യത്ത് നിയമവ്യവസ്ഥിതി നിലനിൽക്കുന്നുണ്ട്, കുറ്റം ചെയ്യുന്നവർക്ക് ശിക്ഷ ലഭിക്കും എന്ന്. ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ശിക്ഷാ നടപടികളുടെ ലക്ഷ്യം. ഇതൊക്കെ വെച്ച് പരിശോധിച്ചാൽ സോളിറ്ററി കൺഫൈൻമെൻറ്റ് എന്ന ശിക്ഷാരീതി ഏതെങ്കിലും ഇത്തരത്തിലുള്ള ഒരു റിസൾട്ട് അക്വയർ ചെയ്യാൻ ഇന്ത്യയുടെ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തെ സഹായിക്കുന്നുണ്ടോ എന്നതൊരു വലിയ ചോദ്യമാണ്. ഈ ചോദ്യം ഇനിയും ആവർത്തിക്കപ്പെടും. ഇനിയും കേൾക്കാം നമ്മുടെ കോടതി മുറികളിൽ ഈ ചോദ്യം അതുന്നയിക്കുന്ന അലകളും. കാരണം ശരിയുത്തരങ്ങൾ നമുക്ക് കിട്ടിയല്ലേ പറ്റൂ.